ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. വെളുപ്പിനെ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, ഇന്ന് നല്ല തണുപ്പായിരുന്നു. രാവിലെ തന്നെ കണ്ടില്ലേ, എന്തൊരു മഞ്ഞാണ് വീട്ടിൻ്റെ പുറത്ത് മൊത്തം. ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ കുറച്ചൊന്ന് കുറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. കണ്ടോ, എന്തൊരു മഞ്ഞാണ്. നല്ല തണുപ്പാണ്. വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ്. കൈയൊന്നും വെക്കാനേ പറ്റില്ല. അങ്ങനെയാണ്. വേണ്ടോ, ഹൈദരാബാദിൽ ഇത്ര പൊതുവെ മഞ്ഞുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഭയങ്കര മഞ്ഞായിരുന്നു. രാവിലെ എണീറ്റ ഉടനെ എല്ലാം തണുപ്പ് അടിച്ച് കയറും വീട്ടിൻ്റെ ഉള്ളിലോട്ട്. ഓക്കെ, എന്നാൽ നിങ്ങളൊക്കെ എല്ലാം എൻ്റെ വീഡിയോ കാണൂ. ഇന്നത്തെ വ്ളോഗ് കണ്ടോളൂ. ഞങ്ങളിതാ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് കാപ്പി വേണം രാവിലെ. എന്നാൽ ആ ഉറക്ക ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടുക. നിങ്ങളൊക്കെ എന്താണ് കുടിക്കുന്നത്? കാപ്പിയാണോ ചായയാണോ? കമൻറ്റ് ചെയ്ത് അറിയിക്കൂ. സോ കാപ്പി ഉണ്ടാക്കാൻ പോവാണ്.
അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി പിന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിതാ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഇന്നലെ ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാവ് കുറച്ച് ഉപ്പ് കമ്മിയെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഉപ്പിടാം. ഇട്ടിട്ട് ഇവിടെ ഞങ്ങൾ ദോശ ഇഡ്ഡലി കുറച്ച് കുറവാണ് കഴിക്കുന്നത്. പക്ഷേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കും. ചട്നിയോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിൽ സാമ്പാർ. ചേട്ടന് പിന്നെ ഇഡ്ഡലിക്ക് എപ്പോഴും സാമ്പാർ ഉണ്ടാവണം, എന്തെങ്കിലും ഒരു കറി ആയിട്ടുണ്ടാവണം. ഒരു ചട്നി മാത്രം ഉണ്ടാക്കിയാൽ കഴിക്കില്ല പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്കും കാണിക്കാം എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എന്ന്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പാലിതാ തിളച്ച് തുടങ്ങി. ഇപ്പം കാപ്പിയിലോട്ട് ഒഴിക്കണം. എന്താ സിമ്മ ചെയ്യുന്നേ? എന്താ വെള്ളം പോകുന്ന നോക്കുക സിമ്മ? അപ്പോൾ അതാ ചിക്കൻ സ്റ്റൂവിന് ഉള്ള മാരിനേഷനൊക്കെ കഴിഞ്ഞു. ചിക്കനിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കരിവേപ്പില, പിന്നെ പെപ്പർ പൗഡർ, ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതാണ് കാണുന്നത്. ആ ചിക്കനിലോട്ട് നല്ലോണം കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കണം. ഞങ്ങൾ എവറസ്റ്റിൻ്റെ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്തത്. പിന്നെ അതാ ഉരുളക്കിഴങ്ങ് കുറച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കനൊന്ന് വേവിച്ച് എടുക്കണം. ഉരുളക്കിഴങ്ങ് അതിലിട്ടിട്ട് ഇത് എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. സവാള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില. ഞങ്ങൾ നാടൻ സ്റ്റൈൽ തന്നെ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ട്, നാടൻ കോക്കനട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി ഒക്കെ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടി, പിന്നെ സവോള ഇട്ടിട്ട് ഒന്ന് നല്ലോണം ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വാട്ടും. അതിന് ശേഷം ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ഓൾറെഡി വേവിച്ച് എടുത്തിട്ടുണ്ട്.
ചിക്കൻ ഇപ്പുറത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വാട്ടിക്കഴിഞ്ഞിട്ട് വേവിച്ച ചിക്കൻ എടുത്തിട്ട് ഇതിലിട്ടിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങ പിഴിഞ്ഞിട്ടൊന്നും ആണ് അല്ലാട്ടോ എടുത്ത് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത്. അതിനുള്ള അത്ര പേഷ്യൻസ് ഒന്നുമില്ല. കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുമെന്ന് വിചാരിക്കുന്നു. നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് നോക്കുക. ചിക്കൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഉരുളക്കിഴങ്ങും അതെ. നമ്മുടെ ചിക്കൻ സ്റ്റൂ നല്ലോണം ഒന്ന് മെല്ലെ തിളയ്ക്കുന്നുണ്ട്. അധികം തിളയ്ക്കേണ്ട, കുറച്ച് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതാ ഡെന്നിനെ വാക്കിങ്ങിന് കൊണ്ടുവന്നതാണ് പുറത്ത്. അവനെ രാവിലെയും പിന്നെ വൈകിട്ടും ഒന്ന് വാക്കിങ്ങിന് കൊണ്ടുവരും പുറത്ത്. അവന് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് വേറെ കുറേ ഡോഗ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. ഞങ്ങളങ്ങനെ പൊതുവെ പുറത്ത് വിടാറില്ല. അങ്ങനെ വാക്കിങ്ങിന് കൊണ്ടുപോകുമ്പോൾ മാത്രം പുറത്ത് കൊണ്ടുപോകലാണ്. ഒറ്റയ്ക്കൊന്നും കൂടിയില്ല. നല്ലോണം നടക്കാൻ ഇഷ്ടമാണ് അവന്. ഞാൻ മണപ്പിച്ചിട്ട്. വൈകിട്ട് നല്ല തണുപ്പായിരുന്നു. ഒരു അലിച്ചിൽ പോലെ. അപ്പോൾ ഇതായിരുന്നു ഇന്ന് എൻ്റെ വ്ളോഗ്. ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.